യുഎഇയിൽ വിദ്യാർത്ഥികൾ തിരികെ സ്കൂളുകളിലെത്തി. വേനലവധിക്ക് ശേഷം രാജ്യത്തെ വിദ്യാലയങ്ങൾ തുറന്നു. ജൂലൈ 1 മുതലാണ് യുഎഇയിലെ വിദ്യാലയങ്ങളിൽ മധ്യവേനൽ അവധി ആരംഭിച്ചത്. മധ്യവേനൽ അവധിക്ക് ശേഷം യുഎഇയിലെ സ്കൂളുകൾ പഠനച്ചൂടിലേക്ക് കിടക്കുകയാണ്. രണ്ടു മാസത്തെ വേനൽ അവധിക്ക് ശേഷം ഇന്ന് യുഎഇയിലെ വിദ്യാലയങ്ങൾ തുറന്നു. വിപുലമായ ആഘോഷങ്ങളോടെയാണ് വിദ്യാലയങ്ങൾ വിദ്യാർത്ഥികളെ വരവേറ്റത്. പാട്ടുപാടിയും സ്കൂളും ക്ലാസ് മുറികളും തോരണങ്ങൾ കൊണ്ടും ബലൂണുകൾ കൊണ്ടും അലങ്കരിച്ചുമൊക്കെയായിരുന്നു ദുബായിലെ ഭവൻ സ്പേൽവെസ്റ്റർ സ്കൂൾ വിദ്യാർത്ഥികളെ സ്വീകരിച്ചത്. മലയാളി കുട്ടികൾ ഏറെയുള്ള ഏഷ്യൻ കരിക്കുലർ സ്കൂളിൽ 2ാം ടേമാണ് ആരംഭിച്ചത്. മറ്റ് സ്കൂളുകൾക്കെല്ലാം ഇന്ന് പുതിയ അധ്യയന വർഷം ആരംഭമായിരുന്നു. ഇന്ത്യൻ സ്കൂളിലെ പുതിയ അധ്യയന വർഷം ഏപ്രിൽ മാസം തന്നെ ആരംഭിച്ചിരുന്നു. Actually, being a CBSE school, it's a next term. April, May, June നമുക്ക് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സെക്കൻഡ് ടേമിലേക്ക് പോവാണ്. പിന്നെ ഒരു ബ്രേക്ക് കഴിഞ്ഞ് എപ്പോഴും ടീച്ചേഴ്സും കുട്ടികളൊക്കെ തിരിച്ചു വരുമ്പോൾ ദാറ്റ്സ് എ സെലിബ്രേഷൻ. അപ്പോൾ ടീച്ചേഴ്സ് ഹാവ് ബീൻ ഹിയർ ഫ്രം 90. ദേ ഹാവ് ബീൻ വർക്കിംഗ്. അവർ ക്ലാസ്സസ് അറേഞ്ച് ചെയ്തു. അവർക്ക് CPD പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. പക്ഷേ ബിൽഡിംഗ് ഇസ് ഓൾവേസ് എംപ്റ്റി. ദ സ്കൂൾ ഇസ് എംപ്റ്റി വിത്തൗട്ട് ചിൽഡ്രൻ. അപ്പോൾ there are a lot of welcome activities planned for them. ഇപ്പം as you saw at the entrance is a welcome song. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. So first period we have dedicated complete for interaction with children. Like homeroom teachers will be interacting with children. കുറേ പുതിയ കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് ബഡീസും പിന്നെ അവരെ വെൽക്കം ചെയ്യാനുള്ള പ്ലാൻസും ദാറ്റ്സ് ഇറ്റ്. പിന്നെ we are all prepared for the term ahead. ആഘോഷങ്ങൾക്ക് ഇടവേള നൽകി കുട്ടികൾ പഠനത്തിന് തിരക്കിലായി കഴിഞ്ഞു. അതേസമയം രാജ്യത്തെ മുഴുവൻ വിദ്യാലയങ്ങളും തുറക്കുന്നതിനാൽ നിരത്തുകളിൽ വൻ ഗതാഗത ക്രമീകരണങ്ങളാണ് വിവിധ എമിറേറ്റുകളിലെ ട്രാഫിക് പോലീസ് ഒരുക്കിയത്. സ്കൂൾ മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് പോലീസ് വാഹന ഉപയോക്താക്കളോട് ആവശ്യപ്പെട്ടിരുന്നു. ഇനി കുട്ടികൾക്ക് പഠനത്തിന്റെ നാളുകളാണ്. എല്ലാവർക്കും നല്ലൊരു അധ്യയന വർഷം നേർന്നുകൊണ്ട് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം, ദുബായ്.